വെൽക്കം ബാക്ക് ടു PSC യശോമേധം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 PSC ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ 2026 ഇതുവരെ നടന്ന എല്ലാ പരീക്ഷകളിലുമായിട്ട് കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോഴത്തെ 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഹീരലാൽ സമരിയയായിരുന്നു. എന്നാൽ നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോൾ ഹീരലാൽ സമരിയ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. ഓക്കെ, രാജ്കുമാർ ഗോയലാണ് നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്തത് നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ഓപ്ഷൻ സി ആണ് അശ്വിനി വൈഷ്ണവാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. ഓക്കെ, കോട്ടയം ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിലുള്ള ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം. അടുത്തത് ഇപ്പോഴത്തെ 2025 കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി ആണ് കെ സച്ചിദാനന്ദൻ. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന രണ്ടാം സിംബോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന രണ്ടാം സിംബോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് ബംഗളൂരു. കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ആറളം വന്യജീവി സങ്കേതത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ഛത്തീസ്ഗഡ് ആണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻ കാങ്ങിനാണ്. ഹാൻ കാങ്. അപ്പോൾ 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2025 ലാസ്ലോ ക്രാസ്നഹോർക്കായ്ക്കാണ് സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ചത്. ലാസ്ലോ ക്രാസ്നഹോർക്കായ്. അടുത്തത് 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി? ഓപ്ഷൻ ബി ആണ് അനുരാധ താക്കൂർ ആണ്. അനുരാധ താക്കൂർ. അടുത്തത് സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്? ഓപ്ഷൻ സി ആണ് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലമായ ചെനാബ് റെയിൽപാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ജമ്മു കാശ്മീരിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലമായിട്ടുള്ള ചെനാബ് റെയിൽപാലം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത്? 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ജപ്പാനാണ്. ജപ്പാൻ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ആണ് ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? മാർബർഗ് വൈറസ് രോഗം. ഓപ്ഷൻ സി ആണ് ടാൻസാനിയ. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ ബി ആണ് മഹാരാഷ്ട്ര. 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സീൻ നദിയാണ്. സീൻ നദി. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? അപ്പോൾ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷം ഇന്ത്യയുടെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. അപ്പോൾ വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല.
1ഉം 2ഉം പ്രസ്താവനകൾ തെറ്റാണ്. ഓക്കെ, 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു 2025 ആഘോഷിച്ചത്. വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിയായിട്ടുള്ളത് 3ഉം 4ഉമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2025 പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സോമാലിയയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളാറിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം? എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റേ പോളാരിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്, എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളുമാണ്. അടുത്തത്, ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹർമൻപ്രീത് കൗർ ആയിരുന്നു. ഹർമൻപ്രീത് കൗർ ആയിരുന്നു ഇന്ത്യ ആദ്യത്തെ വനിതാ ലോകകപ്പ് നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സുഭാഷ് ചന്ദ്രനാണ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രിയാണ്. വിക്രം മിശ്രി. താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? അപ്പോൾ 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? ഡാരൻ അസമോഗ്ലു, ജെയിംസ് റോബിൻസൺ, സൈമൺ ജോൺസൺ. ഓക്കെ, ഡാരൻ അസമോഗ്ലു, ജെയിംസ് റോബിൻസൺ, സൈമൺ ജോൺസൺ എന്നിവർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഓപ്ഷൻസിലുള്ളത് സൈമൺ ജോൺസൺ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൈമൺ ജോൺസൺ. അപ്പോൾ 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസാണ് സൈമൺ ജോൺസന് ലഭിച്ചത്. അപ്പോൾ 2025 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2025 ജോയൽ മോക്കിർ, ഫിലിപ്പ് അക്കിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്കാണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത്. അടുത്തത് 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരം? 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോബൽ സമ്മാനം. ഭൗതികശാസ്ത്രത്തിൽ ഭൗതികശാസ്ത്ര നോബൽ സമ്മാനമാണ് ഇവർക്ക് ലഭിച്ചത്. അടുത്തത് 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിനാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഓപ്ഷൻ ബി ആണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജമീമ റോഡ്രിഗസ് ആണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എപ്പോഴാണ്? ഓപ്ഷൻ ഡി ആണ്, നവംബർ 23, 2025. 2025 നവംബർ 23 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ്, 2025 മാർച്ച് 31. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനായിരുന്നു? ഓപ്ഷൻ ബി ആണ്, കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിനും. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനം. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്?
ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? ഓപ്ഷൻ സി ആണ് NVS-02 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് 2026 PSC ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.